അമ്മേ അമ്മേ ചോ ഈ അമ്മ അവിടെ പോയി കിടക്കണ്. ആ അമ്മേ, ആ രതി ഇവിടെ വന്നിരുന്നോ? ഹിന്ദി സിംഗർ ഇവള് പറഞ്ഞു. ആ നേരത്തെ ഞാനിവിടെ ഇല്ലാതെ പോയി, ഒന്ന് പരിചയപ്പെടായിരുന്നു. അമ്മ വാതിൽ തുറക്ക്. വരണോ? ഞാൻ ഈ സാരി ഒന്ന് എടുത്തു നോക്കുമായിരുന്നു. എങ്ങനെയുണ്ടടാ? അവര് തന്നതാ, എത്ര കൊല്ലായിട്ട് കണ്ടതാ, ഒരു ഗമയും കാണിച്ചില്ല. പോരാത്തതിന് 10,000 രൂപയും തന്നു. 10,000 രൂപ? ആ, ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോന്നാ എന്റെ അതിശയം. എന്നിട്ടാ കാശ് അവിടെ? അത് ഞാൻ അലമാര വെച്ച് പൂട്ടി. തൽക്കാലത്ത് ചേട്ടനറിയണ്ട. ഉടനെ അവിടെ കടം വീട്ടാം, ഇവിടെ കടം വീട്ടാം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ചെലവാക്കും. ഞാനാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങാൻ എന്താ മാർഗം എന്ന് കരുതി നടക്കായിരുന്നു. കീബോർഡ് വാങ്ങൂല, ഒരു മണ്ണാങ്കിട്ടിയും വാങ്ങൂല. ഈ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടോ? ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഒരു മിക്സി ഉണ്ടോ? പിന്നെ എന്തൊക്കെ കാര്യങ്ങള്? ഈ കാശ് ഇൻസ്റ്റാൾമെന്റുകാരുടെ കൊടുത്ത ഒക്കെ അവര് വീട്ടിൽ കൊണ്ടുവന്നിടും. പിന്നെ പോരാത്തത് മാസാമാസം സച്ചിമോൻ അടച്ചോളും. അതെ, ആദ്യം നമ്മുടെ വായടയ്ക്കാം. ഫ്രിഡ്ജ് വാങ്ങും, മിക്സി വാങ്ങും, AC വേണ്ടേ? പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ ക്യാറായാലോ? ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ, ഒരു ഉളുപ്പില്ലാതെ അവരെ സൽക്കരിച്ചായിരുന്നു കാശ് വാങ്ങിട്ട് നിൽക്കുക. ഒന്ന് പോടാ അവിടുന്ന്. എരുന്നൊന്നുമില്ല, നിർബന്ധിച്ചു തന്നതാ ആര്യാദേവി. ആര്യാദേവി? ആരാ ഈ ആര്യാദേവി? അറിഞ്ഞൂടെ അമ്മയ്ക്ക്? ഒക്കെ മറന്നോ? എന്ത്? ആൾക്കാർ ഓരോരോ കഥകൾ പറയണെന്നല്ലാതെ ഞാനിതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല. അവരൊരു പാവാടാ. പാവോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ. കാശ് കണ്ടപ്പോഴേക്കും പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല. ഇങ്ങനത്തെ എന്ത്? അലമാരിയിലേക്കാണ് കാശ് എടുക്കാൻ. പറഞ്ഞിട്ടില്ല കാശ് എടുക്കാൻ. പണ്ട് മുതലേ വലിയ ധർമ്മിഷ്ഠയാണെന്ന് കേട്ടിട്ടുണ്ട്. കുറ്റബോധം കൂടുതലുള്ളവർക്ക് ദാനസ്വഭാവം കൂടും. അതിന് നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അനാഥാലയത്തിൽ കഞ്ഞിവീഴ്ച നടത്താം, അമ്പലത്തിൽ അന്നദാനം ചെയ്യാം. എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശക്കെടുത്ത് വെണ്ടൂരുത്തി പാലത്തിന്റെ മുകളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കാം. റൂമിൽ കയറുമെന്ന് അനാവശ്യം പറഞ്ഞു. ആരാതാൻ? ഞാൻ ആരാണെന്ന് പറയാം, പക്ഷെ അതിനുമുമ്പ് ഇയാൾ ആരാണാവോ? ആര്യാദേവി അന്തർജനത്തിന് വേളിയഴിച്ച ബോംബെക്കാരൻ ജീവിച്ചിരിപ്പില്ലാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എർത്താ തലയിരിക്കുമ്പോ വാലാട്ടല്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടത്? പോലീസിനെ വിളിക്കണോ ഞാൻ? ഞാൻ പോടോ. അതെ, ദാ ഇതുപോലൊരു കെട്ട് എന്നിട്ട് ഈ ഹോട്ടലിന്റെ മുകളിൽ നിന്ന് എടുത്തിടാൻ പറഞ്ഞ ചിലപ്പോ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരൻ ഞാൻ. അല്ലാതെ പിച്ചക്കാശിനുവേണ്ടി അഭിമാനം വിൽക്കാനൊന്നും ഈ സച്ചിദാനന്ദന് കിട്ടില്ല. അന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് നാട്ടിലേക്ക് അയച്ചു തന്ന ഉപകാരം തന്നെ ധാരാളാ. ഗുരുദക്ഷിണയായിട്ട് രവീന്ദ്രൻ മാഷിനും കുടുംബത്തിനും. ഇത്രയും കാലമില്ലാതെ പെട്ടെന്നുണ്ടായി സ്നേഹത്തിനും സഹതാപത്തിനും വേറെന്തെങ്കിലും ദുരിദേശം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് കൂടി പറയാനാ വന്നത്. ഇപ്പൊ മനസ്സിലാക്കണമല്ലോ ഞാൻ ആരാണെന്ന്. Excuse me, sir. Can you tell me the way to Ernakulam? അതിപ്പോ ഗോ ദിസ് വേ, ദാറ്റ് വേ, ബസ് സ്റ്റോപ്പ്. Yeah. എറണാകുളം ബസ്. Okay. സച്ചി വന്നുണ്ട്. നമ്മൾ അവരുടെയും സമ്മാനം മേടിച്ചു എന്നറിഞ്ഞാ പൊരിച്ചു തിന്നു അവൻ. വേഗം അടിച്ചു മാറ്റിക്കോ. അയ്യോ, എനിക്ക് ആരെ കാണാൻ പറ്റില്ല. അയ്യോ, എന്താ എന്താ? അയ്യോ, ആരാ നിങ്ങൾ ചാക്കിലാക്കിയത്? എന്താ? അല്ല, ഇതെന്താ വയസ്സന്മാരുടെ ഫുട്ബോൾ ടീമോ? ഒരേ മാതിരി. ആരാ ഗോളി? അതിപ്പോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി. എന്നാ ഞാൻ ഗോളി. സത്യം പറ, ഇതെവിടെ ഒപ്പിച്ചു? രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാണോ യൂസുക്ക? അതിപ്പോ ആരെങ്കിലും സ്നേഹത്തോട് തന്ന വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? നമ്മുടെ പഴയ പാട്ടുകാരി ആര്യാദേവി മോളും വന്നിരുന്നു. അത് ശരി. ഓ, നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ. ബുദ്ധേ, അവരെ പറ്റി തോന്നിവാസം പറയരുത്. ഓ, വിശേഷണം തെറ്റിയല്ലേ? പിന്നെ എന്താണാവോ ആ മാന്യ മകളാരത്നത്തിന് വിളിക്കേണ്ടത്? അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആര്യാദേവിക്ക് പേരും പ്രശസ്തിയും കിട്ടിയെന്നുള്ള നേരാ. പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് കൊടുക്കുവോ? നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം, പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോറനായിരുന്നു. അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട്? മോനെ, അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ. അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ മാത്രം. പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അച്ഛന്റെ ചീത്ത വശം എപ്പോഴും നിന്റെ തലയിൽ കയറിയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവൂ എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല, എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടിയിട്ടാത്ത. അതെ, പെട്ടിപ്പാട്ടും കേട്ട് ഈ ഗുദാമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കണം നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല. പാതിരാത്രി വരെ കസർത്ത് തട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവെത്തിക്കാൻ ഞാൻ പറഞ്ഞ പാടം എനിക്കറിയാം. അതിന്റെ ഇടയിലാ
കോപ്പിലൊരു സംഗീതം. കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? അതുമായിട്ട് എന്താ ബന്ധം? നീ വിട്ടേ, ഇതും കൊണ്ട് വേറെ കാര്യമുള്ളതാ. നീ പോർത്തേക്ക. എനിക്ക് ഓടാൻ വയ്യ, ഇതെനിക്ക് വേണം. ആ മാതച്ചായനെ കൂട്ടി പോകായിരുന്നു, അയാളെ പറഞ്ഞ് അയക്കുകയും ചെയ്തു. അതിനാ കുട്ടിയും കൂടെ വരുന്നുണ്ടല്ലോ അമ്മ. പരിചയമില്ലാത്ത സ്ഥല, പരിചയമില്ലാത്ത ആൾക്കാരും. ഇവിടെ വന്നിട്ടും അമ്മയുടെ ടെൻഷൻ മാറിയിട്ടില്ല. അങ്ങനൊരു അവസ്ഥയിലായിപ്പോയില്ലേ നമ്മള്. ഗുഡ് ഈവനിങ് മാഡം. വാ, ഡ്യൂട്ടി കഴിഞ്ഞോ? ഈ ഡ്രസ്സില് യു ലുക്ക് മോർ ക്യൂട്ട്. യൂണിഫോമിലും നല്ലതാ കേട്ടോ. ജ്യൂസ് കഴിക്കുന്നോ? അയ്യോ വേണ്ട, ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റും സ്വീകരിക്കരുതെന്നാ ഞങ്ങളുടെ റൂള്. അതിനിപ്പോ ഡ്യൂട്ടിയിലല്ലോ. എന്നാലും വേണ്ട. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണായിരുന്നു. എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെയൊന്നുമില്ല, ഷോപ്പിംഗ് ഒരു പേര്. കൂട്ടത്തില് തന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണം. ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത് പോയില്ലേ, ആ വകയില് ചെറിയൊരു കട ഉണ്ട്. എന്താ? ഈ കുട്ടിയുടെ ഒരു കാര്യം, അത് പോട്ടെ പൂജ. ഒരു തമാശയില്ലേ അമ്മ? ഇല്ലെങ്കിൽ എനിക്കിന്ന് കടന്ന് ഉറക്കം വരില്ല. ആ, എവിടെ പോയാലാ തന്റെ ഹീറോയിനെ ഒന്ന് കാണാൻ പറ്റുക? തനിക്കറിയായിരിക്കുമല്ലേ? കടലിൽ മുങ്ങിയ കപ്പലിൽ പോകണ പാർട്ടിയാ. നോക്കാം. താങ്ക് യു. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം വെൽക്കം വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പറിയില്ല, സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ, അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഓ, ഞാൻ വാ വാ. അയ്യോ, മോളിലേക്ക് പോവല്ലേ. തല പുറത്തു കാണിക്കട്ടോ. ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല, ഒന്നുമില്ല മച്ചി. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട ഇവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുമില്ല. ടൈം പാസ്. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇളിക്കല്ലേ. ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കെട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നീന്നല്ലേ? ടൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീം പിടിച്ചിരുന്നത്? ടൈയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കുട്ടി 310 രൂപ. ആ മറന്നു വന്നു. പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്, അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ, എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ. ദരിദ്രവാസിയായിരുന്നിട്ടും
10,000 രൂപയുടെ കെട്ടാ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷായി പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിന് കൊടുത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ 500 രൂപ ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ വെറും പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യ്. അതൊക്കെ പറയേ. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യ്. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാറ്റിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരെ ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ, എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിക്കണ്. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ ചേട്ടാ. ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടെ, സ്റ്റിച്ച് പൊട്ടി. പോ. അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് ആ